When lights go out, you're in my mind. I close my eyes, so it's just you and I tell myself you'll be back again. When the stars are aligned, we will dance in the meadow on our favorite place. When spring is coming, save you a space for a dance in the meadow on our favorite place. When spring is coming, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക്
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിത്യോദര ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുഭമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇപ്പോൾ വിവാഹ നിശ്ചയത്തിനായിട്ട് ഒരുങ്ങുന്നു. ദൈവമേ, ഞങ്ങൾ മാനുഷികമായിട്ട് കാര്യങ്ങളൊക്കെയും ആലോചിക്കുന്നുവെങ്കിലും അവിടുന്ന് ആകുന്നുവല്ലോ അതൊക്കെയും പൂർത്തീകരിച്ച് തരുന്നത്. അപ്രകാരം ഞങ്ങൾ എടുക്കുവാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങളെയും തിരുവൻപാകെ സമർപ്പിക്കുന്നു. അതെല്ലാം ദൈവികമായി തീരുവാനും കർത്താവ് സന്നദ്ധിയാക്കണമേ. ദൈവമായ കർത്താവെ, ആയതിനു വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട നിൻ്റെ ഈ മകളെ തിരുവൻപാകെ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും ഒരുക്കത്താലും കർത്താവ് നിറയ്ക്കണമേ. നല്ല ആത്മീയ ഒരുക്കം കൊണ്ട് നിൻ്റെ മകളെ അവിടുന്ന് എപ്പോഴും നിറയ്ക്കണമേ. വിവാഹ നിശ്ചയഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവിൻ്റെ സഹായം ഉണ്ടാകണമേ. നടക്കുവാൻ പോകുന്ന വിവാഹ കൂദാശയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇവരുടെ ബാല്യകാലം മുതൽ ഇന്നുവരെയും കർത്താവ് അനുഗ്രഹത്തോടെ നടത്തിയല്ലോ. കൂടുതൽ കൃപയിൽ മുന്നേറി വരുവാൻ ദൈവം സഹായിക്കണമേ. പൂർവ്വപിതാക്കന്മാരെ വിവാഹ ജീവിതം കൊണ്ട് അനുഗ്രഹിച്ചവനായ ദൈവമേ, ഇവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ആത്മീയ ഒരുക്കം കൊണ്ട് അവരെയും നീ നിറയ്ക്കുമാറാകണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളും ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമേ. കാനാവിലെ കല്യാണത്തിൻ്റെ കുറവുകളൊക്കെയും അവിടുന്ന് പരിഹരിച്ചുവല്ലോ. ദൈവമായ കർത്താവെ, നടക്കുവാനുള്ള എല്ലാ പ്രോഗ്രാമുകളെയും ഞങ്ങൾ തിരുവൻപാകെ സമർപ്പിക്കുന്നു.
സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അതേ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായ സൃഷ്ടിക്കുകയും സ്നേഹം കൂട്ടായ്മയും മനുഷ്യവംശപരമായവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവരുടെ ജീവിത പങ്കാളിയാകാൻ റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോതാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്രീകാരിച്ച നമ്മുടെ കർത്താവിശ്വാസിയായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളുവാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ജസ്റ്റിൻ്റെയും റോസന്നായുടെയും വിവാഹത്തിനൊരുക്കമായിട്ടുള്ള വിവാഹ വാഗ്ദാനം എന്ന ചടങ്ങിൽ നമ്മൾ സാക്ഷികളാകുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഇഷ്ടാപൂർവ്വം പ്രാർത്ഥിക്കാം. വളരെ പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിക്കാനോ ഉദാശിക്കുന്ന സഭയിൽ നിലനിൽക്കാനോ പ്രാർത്ഥന ഉപേക്ഷിക്കാനോ കർത്താവിനെ വിസ്മരിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ചെയ്തു. കർത്താവിനെ കൂടാതെ ജീവിതം പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സഭ എപ്പോഴും പഠിപ്പിക്കുന്നത്. വിവാഹം എന്ന ഉദാശയുടെ വചനം അതും മാത്രമല്ല, ഈശോയിൽ കൂടെയുണ്ട്. 3 പേരുടെ ജീവിതമാണ് കുടുംബ ജീവിതം എന്ന് പറയുക. കർത്താവിനോടുള്ള ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അവിടെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തന്നെ ജീവിക്കാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമായിരിക്കും. ആദവും ഹവ്വായും കർത്താവിനെ വിട്ടുപോയതുപോലുള്ള വ്യയത്തിൻ്റെ അപമാനത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരിക്കലും കർത്താവിനെ വിസ്മരിക്കാനായിട്ട് ഇടയാകും. എന്തെല്ലാം ഉണ്ടാകാം. ഇസ്ഹാക്കിനെ പറ്റി പറയുക, അബ്രാഹാം തൻ്റെ പുത്രനായ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താനായിട്ട് തൻ്റെ ദൂതനെയാണ് അയക്കുന്നത്. അബ്രാഹാം നിർബന്ധമായിരുന്നു തൻ്റെ മകന് തൻ്റെ കുലത്തിൽപ്പെട്ട തൻ്റെ വംശത്തിൽപ്പെട്ട വ്യക്തി തന്നെ, ഒരു സ്ത്രീ തന്നെ ഭാര്യയായിട്ട് വന്നു വേണമെന്ന് അബ്രാഹാം നിർബന്ധം ചോദിച്ചു. അതുകൊണ്ട് വിദൂരങ്ങളിലേക്ക് തൻ്റെ കുടുംബക്കാരുടെ ചാർച്ചക്കാരുടെ ബന്ധുക്കാരുടെ അടുത്തേക്ക് വിദൂരത്തിലേക്ക് അബ്രാഹാം ഇസ്ഹാക്കിനെ അയക്കുമ്പോൾ, ഇസ്ഹാക്കിനെ ജീവിതപങ്കാളിയെ കണ്ടെത്താൻ ദാസനെ അയക്കുമ്പോൾ ആ ദാസൻ്റെ കൂടെ കൂട്ടുപോകുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് വഴിയൊരുക്കുന്നതും ഇസ്ഹാക്കിന് ജീവിതപങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കുന്ന ദൈവദൂതനാണ്. ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടാനും നിങ്ങൾ രണ്ടുപേരും ഒന്നായി ജീവിക്കാനും തീരുമാനിക്കുമ്പോൾ അത് നിങ്ങളുടെ മാത്രം തീരുമാനമല്ല, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ദൂതൻ ആണ് നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചത്, ദൈവമാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചതെന്നുള്ള ബോധ്യം ഉണ്ടാകും. യാക്കോബിനെ പറ്റി പറയുക, യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാന്റെ മകളെയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസമേൽ കരുണയുണ്ടാകുമാറാകണമേ. ഇവരുടെ വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കാനും അങ്ങേക്ക് പ്രീതികരമായി ചിലർ നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകുമാറാകണമേ. ഇവരെയും ഇവിടെ കുടുംബാംഗങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ജോസഫ് മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചോളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. എലിസബത്ത് മിശിഹായുടെ നിയമവും സഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ജോസഫിനെ ഭർത്താവായി സ്വീകരിച്ചോളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷ്യം. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയെ അസുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യുമാറാകട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച കാരുണ്യവാനായ ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രമാക്കുമാറാകട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹം എന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും കാരുണ്യവാനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിവാഹം പ്രത്യേകിച്ച് റോമൻ കാത്തലിക് ചർച്ചിലേക്കായതുകൊണ്ട് എൻഗേജ്മെൻറ്റ് അവിടുത്തെ മനസ്സമ്മതത്തിലൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. എങ്കിലും ഒരു ചടങ്ങെന്നുള്ള നിലയിൽ മാത്രം ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇവർ തമ്മിലുള്ളൊരു ധാരണയായിരിക്കുന്നത് തീയതി
ഏപ്രിൽ മാസം 27-ാം തീയതി നടവയൽ ഹോളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാത്തലിക് ചർച്ചിൽ വെച്ച് നടത്തത്തക്ക നിർമ്മാണമാണ് ഇവരൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. അതുപോലെ നടവയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് സീറ്റുകൾ ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇരിക്കുവാനായിട്ടുണ്ടെങ്കിൽ മുന്നിൽ വന്ന് ഇരിക്കുവാനുള്ള സൗകര്യവുമുണ്ട് എന്ന് സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ സന്തോഷത്തോടെ വായിക്കുകയാണ്. ദൈവകൃപയാൽ കൊന്നപ്പാറ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ഇടവകയിൽ കൂടി നടക്കുന്ന ചരിവുകാലായി പ്രിയപ്പെട്ട ശാമുവേലിൻ്റെയും റോസമ്മയുടെയും മകൾ റോസിനായും, അതുപോലെ നടവയൽ ഹോളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാത്തലിക് ചർച്ചിൽ കൂടി നടക്കുന്ന നെല്ലിയാനിക്കാട്ട് ജോസ് വാളിൻ്റെയും സിമി ജോസ് വാളിൻ്റെയും മകൻ ജസ്വിനും തമ്മിലുള്ള വിവാഹം 2024 ഏപ്രിൽ മാസം 27-ാം തീയതി 11 മണിക്ക് നടവയൽ ഹോളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാത്തലിക് ചർച്ചിൽ വെച്ച് നടത്തുവാൻ തക്കതിവണ്ണം തീരുമാനിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതെല്ലാം കാരുണ്യവാനായ കർത്താവേ, സാക്ഷാൽ സത്യമണവാളനായ ദൈവമേ, ഞങ്ങൾക്കെല്ലാവർക്കും കടന്നു വരുവാനും ഈ സന്തോഷം നിറയുന്ന അനുഭവത്തിൽ പങ്കുകൊള്ളുവാനും തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒന്നതിൻ്റെ ഉദ്ദേശമൊക്കെയും കർത്താവ് അറിയുന്നുവല്ലോ. ഞങ്ങൾ മാനുഷികമായ കാര്യങ്ങളൊക്കെയും ആലോചിക്കുന്നു എങ്കിലും അവിടുന്നാകുന്നുവല്ലോ ഇതൊക്കെ നടത്തി തരുന്നു. അപ്രകാരം നടത്തുവാനിരിക്കുന്ന വിവാഹ ഉദാശയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഒരുങ്ങുന്ന ഇരു കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മകനെയും മകളെയും ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതത്തിനുള്ള ഒരുക്കത്തിനായി ഇതിൻ്റെ മക്കളെ തിരുമുൻപാകെ ഓർക്കുന്നു. എന്നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വഴിയാണ് ജസ്റ്റ് എൻഗേജ്മെൻറ്റ്. എവ്രിബഡി നോസ് അബൌട്ട് ദിസ്. ആ ഒരു മനസ്സമ്മതത്തോടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ വേ ടു ദി മാരേജ്. ആൻഡ് ഗിവ് ദം ഇറ്റ്സ് എ ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസ് ടു ദി ഫാമിലീസ്. രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ് ആണ്, ആൻഡ് ദി ഫാമിലീസ് ടു. താങ്ക് യു സോ മച്ച്. ആൻഡ് those who want to come to the stage for the photography, I welcome them to the stage. Aarkinu photos edukkan aagramundengil they are invited, and blessings koduthu avarku you can take the photographs. Thank you. Now they both stay in Canada, okay, and he is doing a Government of Revenue. He is appointed there. And Rosna is doing social work over there. And this is a brief introduction, and we are very happy to unite them together. I hope you people are giving them blessings while sitting here. Thank you so much. Heartily thank you everyone. ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും പ്രേഷ്യസ് സമയം തന്ന് ഇവിടെ വന്നു. ആൻഡ് യു ഓൾ ഹാവ് ഗിവൻ ബ്ലെസ്സിങ്സ് ടു ദി ഫാമിലി. Going to be family, ഇവർക്ക് ബ്ലെസ്സിങ്സ് കൊടുത്തു. ആൻഡ് ഐ റിയലി താങ്ക് both the families, even Jasmine's family and Rosna's family, and all the relatives and neighbors and everybody, those who came here. Thank you so much.
tasted and seen incredible things with thousands of miles up under my feet. Was searching for truth, was looking for you. But I couldn't find something so right. The oceans are wide, the city's so high. With a board by my side, you stepped in my life. And it felt so blue in Memphis, and it just ain't home in Kansas. And just when it seemed there was nowhere for me is when I fell in love in Texas. I think that it's time to settle and stay. I spent my whole life just running away. When my heart was wandering, you gave it a place. And it felt so blue in Memphis, and it just ain't home in Kansas. Just when it seemed there was nowhere for me is when I fell in love in Texas. Tasted and seen incredible things with thousands of miles up under my feet, up under my feet. And it felt so blue in Memphis, and it just ain't home in Kansas. Just when it seemed there was nowhere for me is when I fell in love in Texas. Close your eyes, feel the night, softly glowing gentle light, whispers of a dream so far, far, catching wishes in a jar. Stars above, they gently guide the darkness side by side, heart and flute in harmony, play
a shining star, guiding light where dreams are. Feel the magic in the air as you float without a care. Let me be your hero. Would you dance if I asked you to dance? Would you run and never look back? Would you cry if you saw me crying? And would you save my soul tonight? Would you tremble if I touched your lips? Or would you laugh? Oh, please tell me this. Now would you die for the one you love? Hold me in your arms tonight. I can be your hero, baby. I can kiss away the pain. I will stand by you forever. You can take my breath away. Would you swear that you'll always be mine? Or would you lie? Would you run away? Am I in too deep? Have I lost my mind? I don't care, you're